ലോ ബഡ്ജറ്റിൽ കാശിയിൽ നമുക്ക് എന്തൊക്കെ കാണാം? വെറും 1000 രൂപ സ്ലീപ്പർ ടിക്കറ്റിൽ നിങ്ങൾക്ക് കാശിയിലേക്ക് എത്താം. കാശിയിൽ താമസവും ഭക്ഷണവും സൗജന്യമായി കിട്ടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഒരുവൻ കാശിയിലേക്ക് എത്തിയാൽ അവന് വേണ്ടതെല്ലാം കാശി തരും എന്നാണ് വിശ്വാസം. അത് ഭക്ഷണമായാലും താമസമായാലും. ശിവഭഗവാന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ കാശി വിശ്വനാഥ ക്ഷേത്രം തന്നെയാണ് ഇവിടെ ആദ്യമായി നിങ്ങൾ കണ്ടിരിക്കേണ്ട കാഴ്ച. മരണവും മോക്ഷവും ആഘോഷമാക്കുന്ന മണികർണിക ഘാട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ മരിക്കുന്നവർക്ക് ശിവഭഗവാൻ നേരിട്ട് മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം. ധാരാളം അഘോരികളെ നമുക്കിവിടെ കാണാനായി കഴിയും. അറിവിന്റെ, മരണത്തിന്റെ, മോക്ഷത്തിന്റെ കാശി. ഗംഗാനദിയിൽ കൂടിയുള്ള ബോട്ട് യാത്രയാണ് മറ്റൊരു പ്രധാന ആകർഷണം. വൈകുന്നേരം സൂര്യാസ്തമയ വേളയിൽ ബോട്ട് യാത്ര ചെയ്യുന്നതാണ് ഉചിതം. ഒരു മനുഷ്യജന്മത്തിന്റെ സകല പാപങ്ങളും നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഗംഗാസ്നാനം. ഗംഗാസ്നാനവും കാശിയിലെ മറ്റൊരു പ്രധാന ആചാരമാണ്. ധാരാളം രുചിക്കാഴ്ചകൾ നമുക്ക് കാശിയിൽ ആസ്വദിക്കാൻ കഴിയും. കാശി വിശ്വനാഥ ക്ഷേത്രം കൂടാതെ കാശിയിലെ കാലഭൈരവ ക്ഷേത്രവും നേപ്പാളി ക്ഷേത്രവും മറ്റൊരു പ്രധാന ആകർഷണമാണ്. വൈകുന്നേരത്തെ ഗംഗാ ആരതി കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം കാശിയിലേക്ക് ഒഴുകുന്നത്. ഒരു ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യ കാഴ്ചയായാണ് കാശിയിലെ ഗംഗാ ആരതി കണക്കാക്കുന്നത്. രാത്രിയിലെ തണുത്തുറഞ്ഞ കാശിയും ഗംഗാനദിയും ആരതിയും മണികർണിക ഘാട്ടിലെ കത്തിയെരിയുന്ന ശവങ്ങളും ഒക്കെ തന്നെ ഒരു ജന്മത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും അമൂല്യമായ കാഴ്ചകളാണ്. വിശദമായ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.